അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് യാത്രാമൊഴി ഏകുകയാണ് പ്രിയ സഖാക്കൾ. കൊമ്രേഡ് സീതാറാം യെച്ചൂരി അമർ രഹേ മുദ്രാവാക്യം വിളികളാണ് നമ്മൾ കേൾക്കുന്നത്. ആർ ശ്രീജിത്തും നോബൽ മാരിക്കാരനും VS രഞ്ജിത്തും ആദിൽ പാലോടും ചേരുന്നുണ്ട്. ദില്ലിയിൽ നിന്നും അവർ വിലാപയാത്രയെ അനുഗമിക്കുകയാണ്. ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പ്രധാനമന്ത്രി പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വെളിച്ചമാണ് നഷ്ടമായത് എന്നതാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, വ്യക്തിപരമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി. അത്തരത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിൽക്കുന്ന നേതാക്കളെ പോലും ചേർത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു യെച്ചൂരിയുടേത്. അദ്ദേഹത്തെ പോലെ ഒരാൾ നഷ്ടമാകുമ്പോൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത വിടവ് തന്നെയാണ്. വിനിത, കഴിഞ്ഞ ദിവസം അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ അശോക റോഡ് 14 ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ്. ബംഗ്ലാ ഗുരുദ്വാര കഴിഞ്ഞ് ഇപ്പോൾ അശോക റോഡിലേക്ക് ഈ വിലാപയാത്ര പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമാണ് പിന്നിടാനുള്ളത്. അവിടെ വെച്ച് ഈ വിലാപയാത്ര അവസാനിപ്പിക്കും. വിലാപയാത്രയിൽ ഉടനീളം CPIMന്റെ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കന്മാരും അണിചേരുന്നു. ഇവിടെ ഒരു തരത്തിലും പാർട്ടിക്ക് വലിയ തോതിൽ സ്വാധീനമുള്ളതോ അല്ലെങ്കിൽ ഇവിടെ ഭരണത്തിലുള്ളതോ ആയ ഒരു പാർട്ടിയല്ല CPIM. എങ്കിലും സീതാറാം യെച്ചൂരി എന്ന വ്യക്തിയോടുള്ള താല്പര്യം, അദ്ദേഹത്തോടുള്ള ആദരവ്, അദ്ദേഹത്തോടുള്ള സ്നേഹം, ഒരു സഖാവിനോട് പ്രകടിപ്പിക്കുന്ന അതുല്യമായ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രകടനമാണ് ഇവിടെ നടക്കുന്ന ഈ വിലാപയാത്ര. നൂറുകണക്കിന് ആളുകൾ, സ്ത്രീകളും അതോടൊപ്പം തന്നെ യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ അടങ്ങുന്ന ആളുകൾ ഈ വിലാപയാത്രയിൽ അണിചേരുകയാണ്. നേരത്തെ വിനിത സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം ഈ AKG ഭവനിലെത്തിയ കേരളത്തിന് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് നടത്തിയൊരു പ്രതികരണമുണ്ട്. യെച്ചൂരി തന്നെ ഒരു പ്രസ്ഥാനമായിരുന്നു എന്നതാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം. അതായത് CPIMന്റെ സ്വാധീനത്തിനും അല്ലെങ്കിൽ പാർലമെൻറ്റിലെ MP മാരുടെ എണ്ണത്തിനും അപ്പുറത്തേക്ക് CPIMന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിലും സ്വീകാര്യത വലിയ തോതിൽ നേടിക്കൊടുക്കുന്നതിലും നേതൃപരമായി പങ്കുവഹിച്ച ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി. അപ്പോൾ സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യമാണ് പലപ്പോഴും CPIMന് ആ പാർട്ടി അർഹിച്ചതിനേക്കാൾ കൂടുതൽ പരിഗണനയും അതിനുള്ള അംഗീകാരവും ഇവിടെ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് പ്രത്യേകമായി അതിന് ഇടയാക്കിയത് അദ്ദേഹത്തിൻ്റെ ഈ ആളുകളെ കൂട്ടിയിണക്കുന്ന, ആളുകളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രത്യേക വൈഭവം തന്നെയാണ്. കാരണം ഈ മുന്നണി, ഒരു ഇന്ത്യ മുന്നണി പോലെ, അല്ലെങ്കിൽ നേരത്തെ ഹർകിഷൻ സുർജിത്തിൻ്റെ കാലത്ത് UPA സർക്കാരിന് UPA മുന്നണിക്ക് രൂപം കൊടുക്കുന്ന സമയത്ത് ഒരു പൊതുമിനിമം പരിപാടി ഉണ്ടാക്കി UPAക്ക് രൂപം നൽകുന്ന സമയത്തൊക്കെ അതിന് ഈ സുർജിത് സഖാവിനൊപ്പം വളരെ ശ്രദ്ധേയമായ റോൾ വഹിച്ച ആളായിരുന്നു യെച്ചൂരി. അപ്പോൾ ആ അനുഭവ പരിചയത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന വിശാലമായ മതേതര ജനാധിപത്യ പ്ലാറ്റ്ഫോമിലേക്കും യെച്ചൂരി എത്തുന്നത്. അപ്പോൾ കോൺഗ്രസ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെ മുന്നിൽ നിർത്തി മറ്റ് പ്രാദേശിക കക്ഷികളെ കൂട്ടിയോജിപ്പിച്ച്, അതും മതേതര ജനാധിപത്യ കൂട്ടായ്മ എന്ന ഒറ്റ ആശയത്തിലാണ് ഈ മുന്നണി എന്ന സംവിധാനത്തിന് രൂപം കൊടുക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം നേതൃപരമായി പങ്കുവച്ച യെച്ചൂരിയോട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾക്ക് ആദരവുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ രാഷ്ട്രീയ വൈഭവത്തിനുള്ള ബഹുമാനമുണ്ട്. ഇതെല്ലാമാണ് ഈ വലിയ തോതിലുള്ളൊരു അംഗീകാരം യെച്ചൂരിക്ക് ലഭിക്കാനുള്ള കാരണം. യെച്ചൂരി ഒരു നേതാവായി തന്നെ CPIM ജനറൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ആളുകൾ പോലും മറ്റ് പല രാഷ്ട്രീയ വിഷയങ്ങളിലും ഉപദേശം തേടുന്ന വ്യക്തി കൂടിയായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലാണെങ്കിൽ ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സീറ്റ് വീതമോ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ യെച്ചൂരി വളരെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിരുന്നു. കാരണം വളരെ BJP എതിർക്കുന്ന ജമ്മു കശ്മീരിലെ പാർട്ടികളായ PDPയുടെ മുഫ്തി മുഹമ്മദ് സയ്യിദിനെയും ഒപ്പം തന്നെ ഫറൂഖ് അബ്ദുള്ളയും ഒക്കെ, നാഷണൽ കോൺഫറൻസിൻ്റെ ഫറൂഖ് അബ്ദുള്ളയും ഒക്കെ തന്നെ അവരുമൊക്കെയായിട്ട് തന്നെ വളരെ അടുത്ത വ്യക്തിബന്ധം യെച്ചൂരിക്കുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസുമായുള്ള സഖ്യ ചർച്ചകൾ, കോൺഗ്രസുമായുള്ള സഹകരണ ചർച്ചകൾക്കിടയിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതിബന്ധം വന്നാൽ കോൺഗ്രസ് നേതൃത്വം ആശ്രയിക്കുന്നത് യെച്ചൂരിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾക്ക് ശേഷിയുള്ള വളരെ നേതൃപരമായ പങ്കുവഹിക്കാൻ കഴിയുന്ന, പ്രായോഗിക തലത്തിൽ രാഷ്ട്രീയത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളുടെ നഷ്ടമാണ്, ആ വിയോഗമാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. അത് CPIMന്റെ മാത്രം നഷ്ടമല്ലാതാകുന്നതും അതുകൊണ്ടാണ്. ഈ യെച്ചൂരിയുടെ മരണം, യെച്ചൂരിയുടെ നിര്യാണം, അകാലത്തിലുള്ള വിയോഗം, അത് ഇന്ത്യൻ മതേതര ജനാധിപത്യ ശക്തികൾക്കും നിർണായക വലിയ തരത്തിലുള്ള ഒരു നഷ്ടമായി മാറുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ യെച്ചൂരിയുടെ വിലാപയാത്ര
ഗുരുദ്വാര ബംഗ്ലാ സാഹിബിൻ്റെ ആ റോഡ് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ്. അശോക റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ പിന്നിടാനുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ നിശ്ചിത ലക്ഷ്യത്തിലേക്ക് എത്തും. അവിടെയായിരുന്നു CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ആദ്യം പ്രവർത്തിച്ചിരുന്നത്. BP ഹൗസിന് അടുത്ത് അശോക റോഡ് 14 ആയിരുന്നു CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യത്തെ ആസ്ഥാനം. അവിടെയാണ് 1984 കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി സീതാറാം യെച്ചൂരി തൻ്റെ CPIM രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനം നടന്ന സ്ഥലം വരെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങിയ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് വിലാപയാത്ര, അദ്ദേഹത്തിന് മൃതദേഹം വഹിക്കുന്ന വിലാപയാത്ര എത്തുന്നു. അതാണ് ഈ വിലാപയാത്രയുടെ മറ്റൊരു വൈകാരിക തലം. ശ്രീ അല്പസമയത്തിനകം തന്നെ എയിംസിൽ എത്തിച്ചേരും സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം. വിലാപയാത്രയായി നേതാക്കൾ അനുഗമിക്കുകയാണ് സീതാറാം യെച്ചൂരി. അമർ രഹേ സീതാറാം യെച്ചൂരി എന്ന മുദ്രാവാക്യം വിളികളാണ് അവിടെ മുഴങ്ങുന്നത്. ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. നോബിൾ മാരിക്കാരനുണ്ട് വിലാപയാത്രയ്ക്കൊപ്പം. നോബിൾ തീരാത്ത നഷ്ടം, നികത്താനാകാത്ത വേദന എന്ന് തന്നെയാണ് ശരത് പവാർ അനുസ്മരിച്ചത്. പാർലമെന്റിനെ മാസ്മരിക സ്വാധീനത്തിലാക്കിയ നേതാവായിരുന്നു യെച്ചൂരി എന്ന് കപിൽ സിബൽ പറഞ്ഞു. അത്തരത്തിൽ സീതാറാം യെച്ചൂരി എന്ന മികച്ച പാർലമെന്റേറിയനെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. രാജ്യസഭയിൽ നിന്ന് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകുമ്പോൾ ഇനിയും ഒരു ടേം കൂടി സീതാറാം യെച്ചൂരിക്ക് നൽകാമോ എന്നുവരെ നേതാക്കൾ ചോദിച്ചിരുന്നു. ശ്രീ നോബിൾ മാരിക്കാരനിലേക്കും ശ്രീജിത്തിലേക്കും നമുക്ക് തിരിച്ചെത്തണം. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വിലാപയാത്രയ്ക്ക്. ദില്ലി എയിംസിൽ അനാട്ടമി വിഭാഗത്തിന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം കൈമാറും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി മൃതദേഹം കൈമാറും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമാണ് ആംബുലൻസിൽ ഉള്ളത്. പ്രധാന നേതാക്കൾ പ്രകാശ് കാരാട്ട്, MV ഗോവിന്ദൻ, MA ബേബി, നിലോത്പൽ ബസു തുടങ്ങി സീതാറാം യെച്ചൂരിക്കൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച നേതാക്കളെല്ലാം തന്നെ ഈ വിലാപയാത്രയെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്.